ഞാൻ സോണി അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഉള്ളിലേഹ്യം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതായത് ഡെലിവറി ടൈമിൽ സ്ത്രീകൾക്കൊക്കെ കൊടുക്കുന്ന ഒരു ലേഹ്യമാണ് കേട്ടോ. അത് നമുക്കെങ്ങനെ കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് നല്ല ടേസ്റ്റോട് കൂടി തയ്യാറാക്കി കൊടുക്കാമെന്ന് നോക്കാം. അതായത് ടീനേജിലുള്ള പെൺകുട്ടികളുടെ വിളർച്ചയൊക്കെ മാറുന്നതിനും അവരുടെ ബോഡിയൊക്കെ നല്ല സുന്ദരിമാരായി വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉള്ളി ലേഹ്യം, അതായത് ബദാമും ഉള്ളിയും ഡേറ്റ്സും ഒക്കെ ചേർത്തിട്ട് ഒരു ലേഹ്യം എങ്ങനെ നല്ല ടേസ്റ്റോട് കൂടി തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഉള്ളിലേഹ്യം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1/2 കിലോ ബദാം എടുത്തിട്ടുണ്ടേ. ചൂടുവെള്ളത്തിലിട്ട് അതിനെ ഒന്ന് കുതിർത്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ 1/2 കിലോ ഈന്തപ്പഴവും അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി ക്ലീനാക്കിയതിന് ശേഷം കുരു കളഞ്ഞതാണ് കേട്ടോ. 1/2 കിലോ ചെറിയ ഉള്ളി, അതും തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി ക്ലീനാക്കി എടുത്തതാണ്. ഇനി നമുക്ക് ഈ ചെറിയ ഉള്ളിയും ഈന്തപ്പഴവും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഈ 1/2 കിലോ ഡേറ്റ്സ് കുരുവൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ളത് നമുക്കിതിനകത്തോട്ട് അങ്ങിട്ട് കൊടുക്കാം. ഈ ഈന്തപ്പഴവും ചെറിയ ഉള്ളിയും കൂടെ നന്നായിട്ടങ്ങ് വേവിച്ചെടുക്കണം. വേവിച്ച് നല്ലപോലെ വെന്ത് വരണം കേട്ടോ. എല്ലാം അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളിയും കൂടെ ഇടാം. ഇട്ടിട്ട് ഞാനൊരു 2 തേങ്ങ 1.5 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് പാലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ രണ്ടാം പാൽ നമുക്കിതിനകത്തോട്ട് ഒഴിക്കാം. ഒഴിച്ച് ഇത് വേവിച്ചെടുക്കാം. ഇത് വേവിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ വരുന്നത് വരെ വേവിക്കണം കേട്ടോ. അന്ന് വേവിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ വിസിലെല്ലാം പോയി, അതിൻ്റെ സ്റ്റീമൊക്കെ പോയി കഴിയുമ്പോൾ ആവിയെല്ലാം പുറത്ത് പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓപ്പണാക്കി നോക്കാം. ഇനി കരിപ്പെട്ടി ഒന്ന് ഉരുക്കിയെടുക്കണം. കരിപ്പെട്ടി ഇതുപോലെ നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ. 1/2 കിലോ കരിപ്പെട്ടിയാണ് കിട്ടിയത്. ഇത് 250 ഗ്രാമിൻ്റെ ഇതുപോലെ 2 കഷ്ണം ഞാൻ എടുത്തു കേട്ടോ. ശർക്കര, ഇത് കരിപ്പെട്ടി ഇല്ലയെന്നുണ്ടെങ്കിൽ ശർക്കര എടുക്കുക, പഞ്ചസാര എടുക്കരുത് കേട്ടോ. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് പൊട്ടിച്ചെടുത്തിട്ട് ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഇതൊന്ന് ഉരുക്കിയെടുക്കണം. നല്ല ഉരുക്കി അരിച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ പുറത്ത് കണ്ടോ അഴുക്കൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അത് നന്നായിട്ട് മെൽറ്റാക്കിയതിന് ശേഷം ഒന്ന് അരിച്ച് എടുക്കണം. 1/2 കിലോ ശർക്കര എടുത്തുവെന്നെങ്കിലും നമുക്ക് മധുരം നോക്കിയിട്ട് ചേർക്കാം. നല്ല മധുരമുള്ള ഈന്തപ്പഴമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1/2 കിലോ ഫുള്ള് വേണ്ടി വരില്ല, കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ശർക്കരയും ഉരുകി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡേറ്റ്സും ഉള്ളിയും കൂടെ നമ്മൾ വേവിക്കാൻ വെച്ചതും 3-4 വിസിൽ വരുമ്പോൾ നമുക്കിത് ഓഫാക്കാം. ഓഫാക്കിയിട്ട് അതിൻ്റെ സ്റ്റീമൊക്കെ പോയതിന് ശേഷം കുക്കർ ഓപ്പണാക്കി നോക്കാം. ശർക്കരയും ഒന്ന് അരിച്ചങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇതിൽ ഒരു പാൻ എടുത്തിട്ട് ഞാൻ അതിലേക്ക് ഇട്ടത് എന്താണെന്നറിയാമോ, 1/2 ടീസ്പൂൺ അയമോദകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ്. ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് വറുത്ത് പൊടിച്ചെടുക്കാം. കരിഞ്ഞു പോകാതെ ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വറുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് നമുക്ക് ഈ ലേഹ്യത്തിലേക്ക് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്നു. ഇനി നമുക്ക് കുക്കർ ഓപ്പണാക്കി നോക്കാം. കണ്ടോ, ഉള്ളിയും ഡേറ്റ്സും ഈന്തപ്പഴവും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ലപോലെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ, അതുകൊണ്ട് നല്ലപോലെ വേകണം. ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നല്ല അടി കട്ടിയുള്ളൊരു പാൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ, ഞാനൊരു 300 ഗ്രാം ബട്ടർ മൊത്തം എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അന്ന് കുറച്ച് ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് എടുത്താലും മതി. ഞാനിപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളത് കൊണ്ട് ബട്ടറാണ് സാധാരണ ചേർക്കാറ് കേട്ടോ. അതുകൊണ്ട് തന്നെ ബട്ടർ എടുത്തു. ബട്ടർ എടുക്കുമ്പോൾ പാനോട്, അതായത് നമ്മൾ എടുക്കുന്ന പാത്രം ഒരുപാട് ചൂടായിരിക്കുമ്പോൾ ഇട്ട് കൊടുക്കരുത് കേട്ടോ, അതങ്ങ് കരിഞ്ഞു പോകും. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും ഡേറ്റ്സും കൂടെ അങ്ങിട്ട് കൊടുക്കാം. അതെല്ലാം ഇതിനകത്തേക്ക് അങ്ങ് ഇട്ടിട്ട് നന്നായിട്ടങ്ങ് ഉടച്ചെടുക്കണം. ഒരു സ്പൂണോ അതുപോലെ ഇത് വെച്ചിട്ട് നന്നായിട്ടങ്ങ് ഉടയണം കേട്ടോ. അതിൻ്റെ കഷ്ണങ്ങളൊന്നും കിടക്കാതെ നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണം, നല്ലപോലെ അങ്ങ് ഉടച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ടിത് ഉടച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് ഇനിയിപ്പോൾ എന്തെന്നറിയുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാലില്ലേ, ആ തേങ്ങാപ്പാലിൻ്റെ 1-ാം പാല് ഒഴിക്കാം. അതുപോലെ തന്നെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബദാമില്ലേ, കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബദാം, അതിൻ്റെ പകുതി എടുത്തിട്ട് ഞാൻ നല്ലപോലെ അരച്ച് നല്ല പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പകുതി ചതച്ചും വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചതച്ചും കൂടെ വെച്ചതെന്ന് വെച്ചാൽ ഇങ്ങനെ ഇടയ്ക്ക് ലേഹ്യത്തിൽ നിന്ന് കടിച്ചത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമ്മുടെ 1-ാം പാൽ തേങ്ങാപ്പാൽ അതും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്തു.
തേങ്ങാപ്പാൽ ഫ്രഷ് കോക്കനട്ടിൻ്റെ മിൽക്ക് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഫ്രഷ് തേങ്ങ, നല്ല തേങ്ങയുടെ പാല് പിഴിഞ്ഞെടുക്കുന്നത് തന്നെ ആയിരിക്കും ഇതിൽ ചേർക്കാൻ നല്ലത് കേട്ടോ. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള ബദാമും കൂടെ ചേർക്കണം. ബദാമും ചതച്ച് വെച്ചിട്ടുള്ളതും കൂടെ ഇതിലേക്ക് അങ്ങ് ഇടാം. അതായത് ഉള്ളിയും ഈന്തപ്പഴവും ബദാമും ബട്ടറും ഒക്കെ കൂടെ ചേർത്തിട്ട് ഈ കരിപ്പെട്ടിയൊക്കെ ചേർത്തിട്ട് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ കുട്ടികൾക്ക്, അതായത് നമ്മുടെ പെൺകുട്ടികളൊക്കെ വലുതായി വരുന്ന സമയമില്ലേ, അപ്പോൾ കൊടുക്കാൻ നല്ല ലേഹ്യമാണ് കേട്ടോ. ഇത് നമ്മുടെ ബദാം നല്ലപോലെ അരച്ച് വെച്ചിട്ടുള്ള, നല്ല ക്രീമായിട്ട് അരച്ച് വെച്ചിട്ടുള്ള ബദാമാണ്. ഇങ്ങനെ ചേർക്കുമ്പോഴേക്ക് ഈ ലേഹ്യത്തിന് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാകും. ആ ഉള്ളിയുടെ ആ ഒരു സ്മെല്ലൊക്കെ അങ്ങ് പോയിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നന്നായിട്ട് അരച്ച് ചേർത്തത് കേട്ടോ. നമുക്കൊക്കെ പെൺകുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് ലേഹ്യം, അതായത് തെങ്ങിൻ പൂക്കുല ലേഹ്യമൊന്നും ഈ പുറത്തൊക്കെ ഉള്ള അമ്മമാർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. ആ സമയത്ത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ലൊരു ലേഹ്യമാണ് കേട്ടോ അത്. അതായത് നല്ല പ്രതിരോധശേഷി ഉണ്ടാവും, ബ്ലഡൊക്കെ നല്ലപോലെ ഉണ്ടാവും, വിളർച്ചയൊക്കെ മാറിയിട്ട് നല്ല ഉഷാറായിട്ട് കുട്ടികളൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട്, നല്ല സുന്ദരികളായി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ലേഹ്യമാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ബദാമും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതും കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ അങ്ങ് ഇളക്കി ചേർക്കാം. ഞാൻ എടുത്ത പാത്രം കുറച്ച് ചെറുതായിപ്പോയി കേട്ടോ. അത് ഞാനിപ്പോൾ ഈ പാത്രം മാറ്റേണ്ടി വരും. കാരണം ഇത് ശർക്കരയും കൂടെ ചേർത്തിട്ട്, കരിപ്പെട്ടിയും കൂടെ ചേർത്തിട്ട് ഇങ്ങനെ കുറുക്കിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഇത് പൊട്ടിത്തെറിക്കും. അപ്പോൾ നല്ല ആഴമുള്ള, നല്ല വിട്ടുള്ളയും നല്ല കുഴിയുള്ളതായിട്ടുള്ള പാത്രം എടുത്തില്ല എന്നുണ്ടെങ്കിൽ ആകെ പൊട്ടിത്തെറിച്ച് ഇതാകെ നാശമാവും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പാത്രം, നമുക്കിതെല്ലാ ചേരുവകളും ചേർത്തതിന് ശേഷം ഈ പാത്രം ഞാനൊന്ന് മാറ്റും കേട്ടോ. ഇതുപോലെ നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ഈ പൊടിച്ച് വെച്ചിട്ടുള്ള ജീരകവും അയമോദകവും കൂടെ അങ്ങിട്ട് കൊടുക്കാം. കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടങ്ങ് ഇളക്കി കൊടുക്കണം കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ട്രിവാൻഡ്രം, കൊല്ലം ഭാഗത്തൊന്നും ഇതുപോലത്തെ ലേഹ്യം ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷേ ഞാനിവിടെ വന്നതിന് ശേഷം മലപ്പുറത്തുള്ളൊരു എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് എൻ്റെ മോൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ റെസിപ്പി പറഞ്ഞു തന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ്. സംഭവം നല്ല ഒരു സാധനമാണ് കേട്ടോ, നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ഇതിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ഇട്ട് കൊടുക്കാം. കൂടി ഇട്ടിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യണം. ഈ ബട്ടർ ഇങ്ങനെ ചേർക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ബട്ടർ ചേർക്കുമ്പോഴേക്ക് ഇത് നല്ലപോലെ ഒന്ന് നമുക്ക് ആ എണ്ണയുടെ ഒരു ഓയിലിൻ്റെ ഇതുണ്ടാവും. ഇതിലേക്ക് ശർക്കര കൂടെ ചേർക്കാം കേട്ടോ. കരിഞ്ഞു പോകില്ല, അല്ലെങ്കിൽ ഈ ഉള്ളിയൊക്കെ ഒരു കരിഞ്ഞ ഒരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബട്ടറും കൂടെ ഇങ്ങനെ ഇട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. അതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം എടുക്കും, കുറച്ച് സമയം എടുത്ത് നല്ലപോലെ ഇരുന്ന് അത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുറുകി വരുമ്പോൾ പിന്നെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ആക്കിയെടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ ഒരുപാടങ്ങ് പൊട്ടിത്തെറിച്ച് പോകും. കണ്ടോ, ഇപ്പോൾ തന്നെ ഇത് ഏകദേശം ഇങ്ങനെ നിറഞ്ഞ പോലെ നിൽക്കുന്നുണ്ട്. ഈ പാത്രം ഞാനൊന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മധുരം നോക്കിയിട്ട് ഞാനിതിലേക്ക്, മധുരം കുറവാണ് അപ്പോൾ ശർക്കരയുടെ ബാക്കിയും കൂടെ അങ്ങ് ചേർക്കുന്നുണ്ട്. അതായത് 1/2 കിലോ ശർക്കര ഫുള്ള് ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ കണ്ടോ പൊട്ടിത്തെറിക്കുന്നത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ പൊട്ടിത്തെറിക്കും. ബാക്കിയുള്ള ശർക്കരയും കൂടെ നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. മധുരം ഇച്ചിരി കുറവായിരുന്നു, അപ്പോൾ ഫുള്ള് 1/2 കിലോ ശർക്കരയും ചേർക്കേണ്ടി വന്നിട്ടുണ്ട്. ശർക്കര അല്ല, കരിപ്പെട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതായത് പനം ശർക്കരയെന്ന് പറയും, പനഞ്ചക്കരയെന്ന് പറയും, അതാണ് സംഭവം. അതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് നല്ലപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. ചെറിയ തീയിൽ നന്നായിട്ട് വരട്ടെടുക്കുക. ഇതിലൊരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇച്ചിരി ഉപ്പിട്ടത്. ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കാം. കൈ ഇളക്കാതെ, അതായത് അടി പിടിക്കാതെ നല്ലപോലെ ഇളക്കിയെടുക്കണം. ഞാൻ പാത്രം മാറ്റി കേട്ടോ. ഞാൻ വലിയ പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. കാരണം നന്നായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. പൊട്ടിത്തെറിച്ച് അടുപ്പിലും കയ്യിലും ഒക്കെ തെറിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പാത്രം മാറ്റിയിട്ട് ഒരു വലിയ പാത്രത്തിലേക്ക് ആക്കിയത്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ വലിയ അളവിൽ, ഞാനിപ്പോൾ കുറച്ച് വലിയ അളവിലാണ്, അതായത് 1/2 കിലോൻ്റെ അളവിലല്ലേ ഉണ്ടാക്കിയത്. അപ്പോൾ വലിയ പാത്രം തന്നെ എടുക്കണം. 250 ഗ്രാമിൻ്റെ അളവിലാണ് ഉണ്ടാക്കുന്നത്. അതായത് ചെറിയ അളവിലാണ് ഉണ്ടാക്കുന്നതെങ്കിലും കുറച്ച് വലിയ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കില്ല. പൊട്ടിത്തെറിച്ച് കയ്യിലും
മുഖത്തൊന്നും വീഴാതെ സൂക്ഷിക്കണം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് കുറുകി നല്ലപോലെ കുറുക്കി ഇതിങ്ങനെ ഈ നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ട് വരും കേട്ടോ. ആ ഒരു പാകമാകുന്നത് വരെ കുറുക്കിയെടുക്കണം. അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാകും, അതുപോലെ തന്നെ കുറച്ച് ദിവസം ഇരിക്കുകയും ചെയ്യും. അതായത് ഇത് രാവിലെയും രാത്രിയും ഓരോ സ്പൂൺ വീതമാണ് കൊടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് കുറേ നാളത്തേക്ക് വരും. ഞാനിപ്പോൾ ഉണ്ടാക്കിയത് കുറച്ചധികം വരും. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ബട്ടർ ഇട്ടിട്ടാണ് ഞാനിത് വരട്ടി എടുക്കുന്നത്. നന്നായിട്ട് വരണം, നല്ലപോലെ പാത്രത്തിൽ നിന്ന് വിട്ട് വരണം. ഞാൻ നന്നായിട്ട് തണുത്തതിന് ശേഷം ഗ്ലാസിൻ്റെ ജാറുകൾക്കകത്താക്കിയാണ് വെക്കുന്നത് കേട്ടോ. ഒരു വലിയ ജാറിലും അതുപോലെ തന്നെ പിന്നെ ഒരു ചെറിയ ജാറിലും ആക്കി വെക്കും. ചെറിയ ജാറിൽ വയ്ക്കുമ്പോഴത്തേക്ക് അത് പുറത്ത് വെച്ചേക്കാം. വലുതിൽ ഉള്ളത് വേണമെങ്കിൽ പുറത്ത് വെച്ചിരുന്നാലും ഇരിക്കും. കുറച്ച് കൂടുതൽ ദിവസം വച്ചേക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ കഴിക്കാൻ എടുക്കുന്നതിന് മുന്നേ തന്നെ ഈ ചെറിയൊരു കുപ്പിയിലേക്കോ എന്തിലെങ്കിലേക്കും മാറ്റി വെച്ചിരുന്ന് കഴിഞ്ഞാൽ അത് ഓരോ സ്പൂൺ എടുത്ത് കൊടുക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അതുപോലെ തണുപ്പോടെ കഴിക്കുന്നതിനേക്കാളും എടുത്ത് കുറച്ച് വച്ച് നമ്മുടെ ഒരു നോർമൽ റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം കഴിക്കാൻ കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇതുപോലെ വരട്ടി പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് പാകം, കണ്ടോ. സ്പൂണിൽ നിന്നും ഇതിൽ നിന്നൊക്കെ ഒട്ടിപ്പിടിക്കാതെ നല്ല വിട്ട് വരും. ഈ ഒരു പാകം ആകും, കണ്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.